കേരളത്തിലെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന ക്ഷേമ പദ്ധതികൾ ഒന്നായി മാറിയിരിക്കുകയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് മാസാന്ത സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ പദ്ധതി ഇപ്പോൾ കേരളം മുഴുവൻ വലിയ ചർച്ചയായിരിക്കുകയാണ്. വീട്ടമ്മമാർ, തൊഴിലില്ലാത്ത സ്ത്രീകൾ, കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ജീവിക്കുന്ന സാധാരണ സ്ത്രീകൾ, ജീവിത ചിലവുകൾക്കിടയിൽ ബുദ്ധിമുട്ടുന്ന നിരവധി കുടുംബങ്ങൾ, എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണ് ഈ പദ്ധതി നൽകുന്നത്. ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് DBT സംവിധാനത്തിലൂടെ തുക എത്തിക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകൾ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് പുതിയ അപേക്ഷ, രണ്ടാം ഘട്ട പരിശോധന, ബാങ്ക് അക്കൗണ്ടിൽ തുക എത്താത്തവരുടെ പ്രശ്നങ്ങൾ, കുടിശ്ശികയുടെ സാധ്യത, തുക വർധനയുടെ ആവശ്യങ്ങൾ എന്നിവയാണ്. സംസ്ഥാനത്തെ വിവിധ പഞ്ചായത്തുകളിലും നഗരസഭകളിലും അപേക്ഷ പരിശോധിക്കൽ ഇപ്പോഴും തുടരുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ UDF അധികാരത്തിലെത്തിയുടൻ സ്ത്രീ സുരക്ഷാ പെൻഷനിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന പ്രഖ്യാപനങ്ങളാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ച. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷനുകൾ 3000 ഉയർത്തുമെന്നാണ് UDF വ്യക്തമാക്കിയിരിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷനും ഇതിന്റെ ഭാഗമാകുമെന്ന തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളും ശക്തമാണ്. ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ലഭിക്കുന്നത് 1000 രൂപയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ ഭാഗത്തിലുള്ളവർക്കുമാണ് ഈ സഹായം ലഭിക്കുന്നത്. 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് DBT സംവിധാനത്തിലൂടെ തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. ആദ്യഘട്ടത്തിൽ തന്നെ 10 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് തുക ലഭിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. UDF പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ സ്ത്രീകൾക്ക് കൂടുതൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്ന നിരവധി പ്രഖ്യാപനങ്ങളുമുണ്ട്. ക്ഷേമ പെൻഷൻ 3000 രൂപ ആക്കുക, സ്ത്രീകൾക്ക് KSRTC സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം ധനസഹായം, നിർധന സ്ത്രീകൾക്ക് കൂടുതൽ ആരോഗ്യ പരിരക്ഷ തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷന് UDF കൊണ്ടുവരാൻ സാധ്യതയുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും വലിയ രീതിയിലുള്ള ചർച്ചയാണ് നടക്കുന്നത്. പെൻഷൻ 1000 നിന്ന് 3000 വർദ്ധിപ്പിക്കൽ, കൂടുതൽ സ്ത്രീകളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തൽ, AP വിഭാഗത്തിനും അപേക്ഷ അവസരം നൽകൽ, കുടിശ്ശിക ഒരുമിച്ച് വിതരണം നടത്തൽ, അപേക്ഷ നടപടികൾ ലളിതമാക്കൽ, വീട്ടമ്മമാർക്ക് പ്രത്യേക സാമ്പത്തിക സുരക്ഷാ പദ്ധതി, ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ്. UDF നേതാവ് VD സതീശൻ നിരവധി വേദികളിൽ ക്ഷേമ പദ്ധതികൾ ശക്തമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകുമെന്നും UDF വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത് സ്ത്രീ സുരക്ഷാ പെൻഷൻ സ്ഥിരമായി വിതരണം നടക്കുമോ എന്ന കാര്യമാണ്. നിലവിൽ പല ക്ഷേമ പെൻഷനുകളും കുടിശ്ശിക പ്രശ്നങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ UDF സർക്കാർ വന്നാൽ ആദ്യം കുടിശ്ശിക തീർപ്പാക്കുമെന്നും തുടർന്ന് പുതിയ നിരക്കിൽ വിതരണം ആരംഭിക്കുമെന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു. എന്നാൽ ഇതെല്ലാം ഔദ്യോഗിക സർക്കാർ തീരുമാനം വന്നാൽ മാത്രമേ ഉറപ്പാക്കാനാകൂ. പുതിയ രജിസ്ട്രേഷൻ സംബന്ധിച്ചും വലിയ പ്രതീക്ഷ തുടരുകയാണ്. ആദ്യഘട്ടത്തിൽ ഉൾപ്പെടാതെ പോയ നിരവധി സ്ത്രീകൾക്ക് പുതിയ അപേക്ഷ തീയതിക്കായി കാത്തിരിക്കുകയാണ്. ചില രാഷ്ട്രീയ ചർച്ചകളിൽ AP കുടുംബങ്ങളിലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സ്ത്രീകളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. സ്ത്രീ സുരക്ഷാ പദ്ധതി കൂടുതൽ വിപുലീകരിച്ച് സ്ത്രീ സാമ്പത്തിക സുരക്ഷാ പദ്ധതി എന്ന രീതിയിൽ മാറ്റണമെന്ന ആവശ്യവും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. വീട്ടമ്മമാർക്ക് മാസവരുമാന സുരക്ഷ ഉറപ്പാക്കുന്ന രീതിയിൽ പദ്ധതി വികസിപ്പിക്കണമെന്നാണ് പല സാമൂഹിക സംഘടനകളും ആവശ്യപ്പെടുന്നത്. 3000 പ്രഖ്യാപനം, കൂടുതൽ ആനുകൂല്യങ്ങൾ, പുതിയ അപേക്ഷ, സ്ഥിരമായ വിതരണം എന്നിവയെക്കുറിച്ചുള്ള തുടർന്നുള്ള അടുത്ത മാസങ്ങളിലും കേരള രാഷ്ട്രീയത്തിലെ വലിയ വാർത്തയായി തുടരുമെന്നാണ് വിലയിരുത്തൽ. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് അമർത്താം. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.